നമസ്കാരം. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയുണ്ട്. ചങ്ങനാശ്ശേരി സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നതും പൊതുജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ജോസഫ് സെബാസ്റ്റ്യനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജോസഫ് സെബാസ്റ്റ്യൻ ഈ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. എന്തൊക്കെയുണ്ട് വാർത്തകളൊക്കെ? ഇരിക്കുന്നു. നമ്മൾ ഈ അടുത്ത ദിവസം കണ്ട ഒരു കാര്യമുണ്ട്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത്. നമ്മുടെ ചാനൽ ഓൾറെഡി അതിന് ശക്തമായുള്ള ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്ക്, ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റുകളെ കുറിച്ച് പലപ്പോഴും ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികളെ പലപ്പോഴും ഒരു നാടകത്തിന്റെ ഭാഗമാക്കി അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നതെന്ന്. താങ്കളുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ശരി, ഞാൻ കണ്ടിരുന്നു നിങ്ങളുടെ ആ പരിപാടി. വളരെ നന്നായിരുന്നു. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതെ, ഷൈജു പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈവൻ രാഷ്ട്രീയ സമൂഹത്തിനിടയിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അവരുടെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. താങ്കൾ അങ്ങനെ കണ്ടേക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം പറയാൻ സാധിക്കുമോ? നമ്മളിപ്പോ ഷൈജു പറഞ്ഞ പോലെ നമ്മുടെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നതും നമുക്ക് അതുമായിട്ട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമുക്കറിയാം ഇവിടെ NIA ഇതിനകത്തേക്ക് ഇടപെടുന്നു. NIA ഇടപെടാൻ തക്ക എന്ത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഞാൻ സംശയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതുമായിട്ടൊന്ന് കൂട്ടിച്ചേർന്ന് നോക്കിയാൽ നമ്മൾ ഈയിടെ കണ്ടിരുന്നു ഒരു കുറച്ചു നാൾ മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാളിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കുറെ മന്ത്രിമാര്, ഇപ്പൊ നമ്മുടെ മനീഷ് സിസോദിയ, അതുപോലെ തന്നെ സത്യേന്ദ്ര ജെയിൻ ഒക്കെ അറസ്റ്റ് ചെയ്തു. വളരെ അന്വേഷണ ഏജൻസി വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നിടപെട്ടോട്ടെ, ഇപ്പൊ ആ കേസിന്റെ സ്ഥിതി എന്താണെന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാനത് പറയാനാ വന്നത്. അതായത് നമ്മളിപ്പോ നോക്കിയാൽ അതിന്റെ ഒരു സാഹചര്യവും സമയവും കൂടെ നമ്മൾ നോക്കണം. അതായത് ഡൽഹി ഇലക്ഷൻ നടക്കാൻ പോകുന്നു, അതുപോലെ ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ആ ഒരു സമയത്താണ് അന്വേഷണ ഏജൻസികൾ വരുന്നു. ഇവരെല്ലാം അറസ്റ്റ് ചെയ്തു, ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നു, അഴിമതി നടന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് ഭയങ്കര പ്രശ്നമാക്കി അകത്തിട്ടു. ജാമ്യം കൊടുക്കത്തില്ലാത്ത അത് PMLA ഉപയോഗിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു. ജാമ്യം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആളുകൾക്കിടയിൽ ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടായതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ആളുകൾ പറയുന്നതനുസരിച്ച് കേജ്രിവാൾ അഴിമതി ചെയ്തു, ആം ആദ്മി പാർട്ടി അഴിമതി ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ പലരും പറയുന്നുണ്ട്. ഞാൻ സംസാരിച്ച ചില ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആം ആദ്മി പാർട്ടി അഴിമതി നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഒരാളെ ജയിലിനെ കോടതികളൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ 1.5 കൊല്ലത്തോളം ഇപ്പം കേജ്രിവാൾ എല്ലാം മറ്റേ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കേണ്ടി വന്നതിനെ കുറിച്ച് താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് BJP എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന് അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ശക്തമായ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ, അല്ലെങ്കിൽ ഡൽഹിയിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങളും കൂടുതൽ ബോധവാന്മാരാകുന്നു, അവർ കൂടുതൽ പൗരബോധമുള്ള ജനതയായിട്ട് വരും. അപ്പോൾ അത് BJP മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ഒരുപക്ഷെ സ്വീകാര്യമല്ലാത്ത അവര് പുറത്തു പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്യണം. അതിന്റെ പേരിൽ കൊണ്ടുവന്നതാണ് ഈ അഴിമതി ആരോപണങ്ങൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു പ്രസംഗമാണ്. ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സ് മതപരിവർത്തനമല്ല നടത്തിയത്, മനപരിവർത്തനം. കാരണം ആളുകൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ആ സിസ്റ്റേഴ്സ് ഉണ്ടാക്കി. ഇപ്പൊ ഡൽഹിയിലെ കാര്യം താങ്കൾ പറഞ്ഞ മാതിരി നല്ല വിദ്യാഭ്യാസം കൊടുത്തു എന്നതുമാതിരി തന്നെ ഈ സിസ്റ്റേഴ്സും അവിടുത്തെ ആളുകൾക്ക് അവരുടെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആൾക്കാർക്ക് ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൊടുത്തത് കാരണം അവിടെ താഴേക്കിടയിലുള്ള ആൾക്കാർ ഉന്നതിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. അതാണ് അവിടുത്തെ വിഷയങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? വളരെ വളരെ നല്ല ഒരു പോയിന്റാണ് ഷൈജു പറഞ്ഞത്. അതെ,
ഇത് തന്നെയാണ് പ്രശ്നം. അതായത് ഇപ്പം സിസ്റ്റേഴ്സ് ചെയ്യുന്നതും എന്താണ്, അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു, അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ നല്ല ചികിത്സാ സൗകര്യങ്ങൾ അവർ ചെയ്യുന്നു, വളരെയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ താഴെ തട്ടിലുള്ള ജനങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസം സംബന്ധിച്ചാണേലും അവരുടെ ജീവിത നിലവാരം ഉയരുന്ന ഒരു നിലയിലേക്ക് വരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സാമൂഹ്യ സ്ഥിതി അല്ലെങ്കിൽ ഒരു ജാതീയ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലേക്ക് താഴെ തട്ടിലുള്ള ജനങ്ങൾ മുകളിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഒരു ഭീഷണിയായി അവിടുത്തെ ബജരംഗദൾ പോലുള്ള അല്ലെങ്കിൽ വർഗീയ ഭീകരത നടത്തുന്ന സംഘടനകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നിലയിലല്ല. അപ്പൊ അതിനെ എങ്ങനെയും ചെറുക്കണം. ആ ചെറുക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ അറസ്റ്റും കാര്യങ്ങളും നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നാണ് എന്റെ ചിന്താഗതി. ഓക്കെ, അവിടുത്തെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത ആളുകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ജന്മി സമൂഹത്തിന് ഒരു ഭീഷണിയായിരിക്കാം അല്ലേ? ഉറപ്പായിട്ടും. അന്നേരം അതിന് ഒരു മാറ്റം ഉണ്ടാകണം. ഇപ്പൊ ആളുകള് ഇപ്പം ശരിയാണ്, BJP ഭരിക്കുന്ന ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു അജണ്ടയുടെ ഭാഗമായിരിക്കും അറസ്റ്റ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ജാമ്യം കൊടുക്കണമെന്ന് BJPക്ക് തോന്നാനും? കാരണം ഇപ്പം അതും ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ബാക്കി പത്രമാണോ? ഇതെല്ലാം ഒരു സൈജു പറഞ്ഞ പോലെ രാഷ്ട്രീയ നാടകമാണ്. കാര്യം എന്ത് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാല് അവിടെ 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല ശരിക്കും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ ഒരു മതേതരത്വം അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും സമന്മാരാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി, അതിന് വിഭിന്നമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഇപ്പൊ പറയുന്നു മതപരിവർത്തനം നടത്തിയെന്ന്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 25, 26, 27, 28 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട് ഓരോ ആൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഒരുപക്ഷെ സിസ്റ്റേഴ്സും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവര് ഈവൻ മതപരിവർത്തനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു ഈ സിസ്റ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരവിടെ ചെന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ പ്രവർത്തികളിലൂടെ അവര് എന്ത് ചെയ്യുന്നു, ഈ നല്ല രീതിയിൽ സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നു. ഇനി അവർക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? മതപരിവർത്തനം മാത്രമല്ല, മനുഷ്യക്കടത്ത്. ഈ മനുഷ്യക്കടത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായി? ഇപ്പൊ അവര് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണ്, അവിടുത്തെ ഈ പാവപ്പെട്ട നമ്മൾ കണ്ടു 3 പെൺകുട്ടികളെ. അപ്പൊ ആ പെൺകുട്ടികളൊക്കെ അവർക്ക് ജോലി നൽകുന്നതിന് വേണ്ടി അടുത്ത സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ കൊണ്ടുപോകുന്ന സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഇവര് മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ള ആരോപണം കൊണ്ടിരിക്കുന്നത്. അല്ല, അവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത്, അവിടെ ഇവരെ തടവിലാക്കിയ ഒരു കൂട്ടം ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും അവരുടെ ബാഗ് വരെ പരിശോധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെങ്ങാനും അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ എന്ന് വെച്ചാൽ ബാഗ് പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുമോ? അത് കേരളത്തിൽ നടക്കില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിയമവാഴ്ചയ്ക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമായത്. കാരണം ശരിക്കും പറഞ്ഞാൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഈ ഭീകരത കാണിച്ച ആൾക്കാരല്ലായിരുന്നോ? അവരും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് ന്യായമായും. കാര്യം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുന്നതിന് അവര് പ്രായപൂർത്തിയായ കുട്ടികള്, ആ പ്രായപൂർത്തിയായ ആളെ ഇത് ആരാണ് ഇത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടത്? ഇനി അതിന് തെളിവ് കൊടുക്കണ്ടേ എന്ന് പറയുന്നു. തെളിവ് കൊടുക്കണം, ആർക്ക് തെളിവ് കൊടുക്കണം? ഇവിടെ നമ്മൾ നോക്കി ഷെജു പറഞ്ഞ പോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ബജ്രംഗദളിന്റെ ഒരു നേതാവ്, ഒരു സ്ത്രീ, അവരുടെ പേര് പറഞ്ഞ ഏതോ ഒരു ശർമ്മ, ആ സ്ത്രീ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ജീവൻ അവരെ കഴുത്തിന് പിടിച്ചിരിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് പോലീസുകാർ നോക്കുകുത്തികളായിട്ടിരിക്കുന്നു. ഇവിടുത്തെ നിയമവാഴ്ച എങ്ങനെ? പോലീസ് ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ബാഗ് പോലീസ് പരിശോധിക്കേണ്ടതിന് വരെ ഇവര് പരിശോധിക്കണം. അതൊക്കെ എന്ത് നീതിയും ന്യായമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് ഉറപ്പായിട്ടും ജാമ്യം കൊടുക്കാനുള്ള ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യും. കാരണം ഒരു കുറ്റാന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണമാണെങ്കിൽ ആ അന്വേഷണ ഏജൻസി അന്വേഷിച്ച് അത് ശരിയോ തെറ്റോ എന്ന്
പറയണം. അതിൻ്റെ അകത്ത് ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് നേരെ ഇൻവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അന്വേഷണ ഏജൻസികളെയും കോടതികളെയും തന്നെ സംശയമനയിൽ നിർത്തുന്ന ഒരു കാര്യമല്ല അത്. അതിൻ്റെ അകത്ത് ശരിക്കും നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അല്ലായിരുന്നല്ലോ, ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പറയാൻ സാധിക്കുക, അതായത് ഈ 2 ദിവസം കഴിയുമ്പോൾ അത് NIA കോടതിയിൽ വരുമ്പോൾ ജാമ്യം കിട്ടും എന്ന് എങ്ങനെയാണ് ഒരു ആഭ്യന്തരമന്ത്രിക്ക് പറയാൻ സാധിക്കുക? എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയാണോ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്? എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം അത് ഇവര് ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ പാർട്ടികളെ ജാമ്യം കൊടുക്കാമെന്നവർ പറയാൻ തന്നെ കാര്യം അവരുദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന് മാറി അവർക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഉണ്ടായത് കൊണ്ടാണോ ഇപ്പൊ ജാമ്യം കൊടുത്തേക്കും? കാരണം അറസ്റ്റ് ചെയ്തപ്പോ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജാതീയമായ ഒരു വോട്ട് ബാങ്ക്, പക്ഷെ അതിനേക്കാളും തിരിച്ചടി കിട്ടുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണോ ഇപ്പൊ ജാമ്യത്തിന് വേണ്ടി ഇപ്പം ജാമ്യം മേടിച്ചു കൊടുത്തത് പോലും അവരാണെന്നുള്ള രീതിയിൽ പലയിടത്തും അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ന്യായമായും അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. അതായത് അവരുടെ കയ്യിൽ നിന്ന് പോയി ഈ പ്രശ്നം എന്ന് അവർക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അതായത് അവരുദ്ദേശിച്ച ഒരു വർഗീയത വെച്ചിട്ടുള്ള ഒരു മൈലേജ് ഇവിടെ കിട്ടില്ല എന്ന് തിരിച്ചടിച്ചു. അതായത് ഇത്രയും ജനങ്ങൾ ഇതിനെതിരെ ഓൾ ഇന്ത്യ തലത്തിൽ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നു, ഈവൻ ഇന്റർനാഷണൽ ലെവലിൽ ആൾക്കാർ ഇതിനകത്ത് ഇടപെടുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് നേരെ ചൊവ്വേ പോകില്ല എന്ന് മനസ്സിലായതിന്റെ പേരിലാണ് അവര് ഇപ്പൊ ഒരു ജാമ്യം അനുവദിക്കാനും NIA വരുന്നു, NIA കൊണ്ട് പറയിക്കുന്നു ഒക്കെ ഞങ്ങൾ ജാമ്യം അനുവദിക്കും എന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ ഒരു ഗവൺമെന്റിന് അതിന്റെ ഏജൻസികളെ വരെ അവർ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ ഒരു അപകടകരമായ അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന് ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം എന്ന് നമുക്ക് അടിവരയിട്ട് പറയാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഡൽഹിയിൽ കേജ്രിവാളിനെയും അതുപോലെ ബാക്കി നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പൊ പറയേണ്ടി വരും അന്വേഷണ ഏജൻസികള് ഈ പറയുന്ന ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവര് അതിനെ തടയിട്ടിട്ടുണ്ട്. ഈ തിരക്കിനിടയിലും ഇവിടെ വന്ന് സഹകരിച്ചതിന് താങ്കൾക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് താങ്കളുടെ ഒരു വിശകലനം എന്താണെന്ന് കൂടി പറയാതെ നല്ലതായിരുന്നു. ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യാറുണ്ട്. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന അനീതിക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്ന ചേഞ്ച് എന്ന ചാനൽ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ സംഘാടകരായ നിങ്ങൾ വളരെയേറെ സുസ്ഥിരമായ കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ സമൂഹത്തിന് ഇതുപോലുള്ള, അതായത് ഈ സമൂഹത്തിൽ നടമാടുന്ന പ്രശ്നങ്ങൾക്കെതിരെ സമൂഹം പ്രതികരിക്കണം, നമ്മൾ ജനങ്ങൾ പ്രതികരിക്കണം. ഓക്കെ, അപ്പൊ അത് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ ഈ ചാനലിനും പരിപാടിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവിടെ നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഞാനും അത് കരുതുന്നു അങ്ങനെ മാറ്റം ഉണ്ടാകണം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.